നമസ്കാരം എല്ലാവർക്കും. അപ്പം ഞാനൊന്ന് എനിക്ക് കിട്ടിയിരിക്കുന്ന ഒരു 1/2 കിലോ മട്ടൻ്റെ എല്ലാണ്. അപ്പം അതുകൊണ്ട് നമുക്കൊരു കിടിലമായിട്ട് ഒരു സൂപ്പർ സൂപ്പ് തന്നെ നമുക്ക് ഉണ്ടാക്കിക്കളാം. അതിന് വേണ്ട എന്തൊക്കെയാണ് നമുക്ക് വേണ്ടത്? അപ്പം അതിന് വേണ്ടി ഞാൻ എടുത്തിരിക്കുന്ന ഒരു 4-5 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അപ്പം കുറച്ച് മല്ലിയില, ഒരു കയ്യിലൊതുങ്ങുന്ന കുറച്ച് മല്ലിയില, പിന്നെ ഒരു കഷ്ണം ഇഞ്ചി, പിന്നെ ഒരു മീഡിയം സൈസിലുള്ള ഒരു ഗാർലിക്ക്, പിന്നെ 3-4 കഷ്ണം കൊച്ചുള്ളി. പിന്നെ കുറച്ച് കുരുമുളക്, 1 ടേബിൾ സ്പൂൺ കുരുമുളക് എടുത്തിട്ടുണ്ട്, 1/2 ടേബിൾ സ്പൂണ് പെരിഞ്ചീരകം എടുത്തിട്ടുണ്ട്, പിന്നെ 2 ഇതള് നമ്മുടെ കരിയാപ്പില. അപ്പം നമ്മൾ പച്ചമുളക് ഇങ്ങനെ കട്ട് ചെയ്ത്, പിന്നെ നമ്മുടെ ഇഞ്ചിയും കട്ട് ചെയ്യുക, ചെറിയ ചെറിയ കഷ്ണങ്ങളൊക്കെ അരയണമല്ലോ. അപ്പം നമ്മൾ മിക്സിയിലെടുത്തിട്ട് ഒന്ന് അരയ്ക്കുക. അപ്പം വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കുന്ന ഒരു റെസിപ്പിയാണ്. അപ്പം കണ്ടല്ലോ, അപ്പം ഈ മിക്സിനകത്ത് നമ്മൾക്ക് പച്ചമുളക് ഇട്ടു, ഇഞ്ചി ഇട്ടു, മല്ലിയില ഇട്ടു, പിന്നെ കുറച്ച് കൊച്ചുള്ളിയും പിന്നെ നമ്മുടെ വെളുത്തുള്ളിയും ഇടാൻ പോവുകയാണ്. അപ്പോൾ ഇത് ക്രഷായിട്ട് അരയ്ക്കാൻ പാടുള്ളൂ, ജസ്റ്റ് പേസ്റ്റ് ചെയ്യരുത്. ജസ്റ്റ് ഒരു ഒറ്റ അല്ലെങ്കിൽ 2 അടി അത്രയേ ഉള്ളൂ. പിന്നെ അതിനുശേഷം നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് നമ്മൾ കുരുമുളകും പെരിഞ്ചീരകവും കൂടെ ഇതിനകത്തിട്ട് ആഡ് ചെയ്യുന്നു. കണ്ടല്ലോ, അപ്പം ഇങ്ങനെയാണ് നമ്മൾ ക്രഷ് ചെയ്യേണ്ടത്. പച്ചമുളക് എല്ലാം മല്ലിയില എല്ലാം പേസ്റ്റ് ആയിട്ടില്ല, ജസ്റ്റ് ക്രഷ് ആയിട്ട് ഒരു പരുവം പോലെ ആയിട്ട് നമ്മൾ തോരനൊക്കെ അരയ്ക്കുന്ന പോലെ, തോരൻ അവിയലൊക്കെ അരയ്ക്കുന്ന പോലെ ക്രഷ് ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ അതിനുശേഷം ഉരുളി എടുക്കുക. നമ്മൾ ഉരുളി എടുത്തതിന് ശേഷം ഒരു നല്ല കട്ടി, ഉരുളി ഇല്ലെങ്കിൽ നല്ല കട്ടിയുള്ള പാത്രം എടുക്കുക, അല്ലെങ്കിൽ നമ്മൾ നല്ല നമ്മുടെ കുക്കറിനകത്തായാലും മതി കേട്ടോ. അപ്പം ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്, നമ്മളിങ്ങനെ സോട്ട് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയാണ് ഞാൻ ഇതിട്ടത്, നമ്മുടെ ഉരുളി എടുത്തത്. കുക്കറിനകത്ത് ഇട്ടാലും മതി. കുക്കറിനകത്ത് ശകലം വെളിച്ചെണ്ണയും പോലെ ഇടുക. അതുപോലെ നമ്മൾ എടുത്തിരിക്കുന്ന 1/2 കിലോ മട്ടൻ്റെ എല്ല് കഴുകി വെച്ചിട്ടുണ്ട്, അതിനെ നമ്മൾ ഇടുക. അതിന് നമ്മളൊരു 15 മിനിറ്റോളം സ്ലോ ഫയറിൽ നല്ലോണം റോസ്റ്റ് ചെയ്യുക. അപ്പം നമ്മൾ റോ ആയിട്ട് പച്ചയ്ക്ക് ഇടുന്നതിനേക്കാളും ഡയറക്റ്റ് ഇടുന്നതിനേക്കാളും സോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഫ്ലേവർ. അപ്പം അതിനകത്ത് 2 പീസ് കരിവേപ്പില ഇടുക, കുറച്ച് മഞ്ഞൾപ്പൊടിയും നമ്മൾ ഇടുക. കുറച്ച് മഞ്ഞൾപ്പൊടി നമുക്ക് ഇടാം. അപ്പം സ്ലോ ഫയറിൽ, വളരെ സ്ലോ ഫയറിലാണ് നമ്മൾ ചെയ്യാം. അപ്പോൾ സോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വെളിച്ചെണ്ണ ഒഴിച്ചത്. സോട്ട് ചെയ്യാൻ വേണ്ടി വെളിച്ചെണ്ണ ഒഴിക്കാതെ ശകലം ഒരു പേരിന് 2 തുള്ളി 3 തുള്ളി എണ്ണ ഒഴിച്ചിട്ട് നമ്മൾ ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്തോളൂ. അപ്പം ഒരു 2 എണ്ണ കുറച്ച് വേണമെങ്കിൽ എടുക്കാം. അപ്പം സ്ലോ ഫയറിൽ ഇങ്ങനെ റോസ്റ്റ് ചെയ്യുക. നല്ലതാണല്ലോ, നമ്മുടെ ആ എല്ലൊക്കെ നല്ല റോസ്റ്റായിട്ട് നല്ല ആ കളറൊക്കെ ചേഞ്ചായി ആ എല്ലിന്ന് ആ തൊലിയൊക്കെ ഇങ്ങനെ വന്നിട്ടുണ്ട്. അപ്പം കുറച്ച് റോസ്റ്റായിട്ട് വരുമ്പോഴത്തേക്കും കുറച്ചൊരു ഫ്ലേവർ കിട്ടും. നമ്മുടെ സൂപ്പിന് ഇടുമ്പോഴത്തേക്കും നല്ല കിടിലമായിട്ടൊരു ഫ്ലേവർ കിട്ടും. ഈ പണ്ടുള്ള ആൾക്കാരൊക്കെ ഇതിനെ എടുത്ത് ഉണക്കിയിട്ടാണ് അതിനാണ് എടുത്ത് ചെയ്യണത്. അപ്പം നമ്മൾ ആ ഒരു ചെറിയൊരു മോഡിഫിക്കേഷൻ പോലെയാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം അതിനെടുത്ത് നമ്മൾ കുക്കറിൽ നമ്മൾ ആക്കാൻ പോവാണ്. നമ്മൾ ആ റോസ്റ്റായ എല്ലിനെടുത്ത് നമ്മൾ കുക്കറിലാക്കാൻ പോവാണ്. കരിവേപ്പിലൊക്കെ ഉണ്ട്. പിന്നെ ഇതിനകത്ത് ഇതിൻ്റെ ചട്ടിയിൽ കുറച്ച് നമ്മുടെ ഉരുളിയിൽ കുറച്ച് അതിൻ്റെ മസാല ഇരിപ്പുണ്ട്. അപ്പം അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ അതിൽ ശകലം വെള്ളം ഒഴിക്കുക. അപ്പോൾ ആ ഫ്ലേവർ നല്ല റോസ്റ്റൊക്കെ ആയിട്ട് നല്ല ഫ്ലേവർ ഉണ്ടാവും. അപ്പോൾ അതിനകത്ത് ശകലം വെള്ളം ഒഴിക്കുക. എന്നിട്ട് ആ വെള്ളവും കൂടെ നമ്മൾ കുക്കറിനകത്ത് ഒഴിക്കുക. കണ്ടല്ലോ, നമ്മൾ അതിനൊന്ന് ജസ്റ്റ് വെള്ളം ഒഴിച്ചിട്ട്, കുറച്ച് ശകലം വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ചൂടാക്കുക. അപ്പം അതിൻ്റെ മസാല എല്ലാം ഉണ്ടല്ലോ, മസാലയൊക്കെ വന്നിട്ട്, എന്നിട്ട് നമ്മുടെ അരച്ചു വെച്ചിരിക്കുന്ന മസാല നമ്മുടെ പച്ചമുളക്, ഇഞ്ചി, നമ്മുടെ മല്ലിയില, കുരുമുളക്, പെരിഞ്ചീരകം, അങ്ങനെയുള്ള മസാല എല്ലാം കണ്ടല്ലോ നമ്മളെടുത്ത് അതിനകത്ത് ഇടുക. എന്നിട്ട് അതിന് ശേഷം നമ്മൾ ആൾറെഡി ഒരു 250 ml വെള്ളം ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് 1 ലിറ്റർ കൂടെ വെള്ളം, 1/2 ലിറ്റർ ജഗ്ഗിൽ 2 ജഗ് വെള്ളം നമ്മൾ ആഡ് ചെയ്യാം. ഉണ്ടല്ലോ, ഇതിനകത്ത് 1 ലിറ്റർ ആണ്. അപ്പോൾ 1/2 ലിറ്റർ, മൊത്തത്തിൽ 1 ലിറ്റർ നമ്മൾ വെള്ളം ആഡ് ചെയ്യുക. വെള്ളം കൂടുതൽ ആവശ്യമുള്ളവർ കൂടുതൽ ആഡ് ചെയ്യും, പക്ഷെ അതിൻ്റെ ഫ്ലേവർ ഉണ്ടാവില്ല. നമുക്ക് ആ ഒരു പർട്ടിക്കുലർ ഇപ്പോൾ 1/2 കിലോ ബോൺ ഉണ്ടെങ്കിൽ മാക്സിമം 1 ലിറ്റർ വെള്ളം എങ്കിൽ ആ ഒരു ഫ്ലേവർ ഉണ്ടാവുള്ളൂ. അല്ല, കൂടുതൽ ഒഴിച്ചു കഴിഞ്ഞാൽ ആ മട്ടൻ്റെ ആ ഒരു ഫ്ലേവർ ഉണ്ടാവില്ല. എന്നിട്ട് നമ്മൾ ശകലം ആവശ്യത്തിന് നമ്മൾ ഉപ്പിടുന്നുണ്ട്. അപ്പം ഇപ്പം ഒരു
അരയല്ല, കാലിൻ്റെ കുറച്ച് ശകലം കൂടെ മുകളിലുള്ള ടേബിൾ സ്പൂൺ ഉപ്പ് ഇടുന്നുണ്ട്. ആ ഉപ്പ് ആവശ്യമുള്ളവർക്ക് ഇടാം. അപ്പം നമ്മൾ കുക്കറിൽ അടച്ചു വെച്ചിട്ട് ഒരു 3/4 മണിക്കൂറോളം സ്ലോ ഫയറിൽ നമ്മൾ കുക്ക് ചെയ്യുക. മാക്സിമം അരമണിക്കൂർ, അത് മിനിമം അരമണിക്കൂർ, മാക്സിമം അല്ല മിനിമം അരമണിക്കൂർ, പിന്നെ 3/4 മണിക്കൂർ. നല്ല വെന്തതിന് ശേഷം കണ്ടല്ലോ, നല്ല ഈ ബ്രോത്ത് പോലെ വന്നിട്ടുണ്ട്. ബ്രോത്ത് എന്ന് പറയുന്നത് സ്റ്റോക്ക് ലൈക്ക്. അപ്പം നമ്മുടെ ഇത് നല്ല അതിനകത്ത് ചിലർക്ക് തിക്കായിട്ട് തിന്നായിട്ടാണെന്നുണ്ടെങ്കിൽ നല്ല രസമായിരിക്കും. ചില തിക്ക് വേണമെന്നുണ്ടവർക്ക് ശകലം അരിപ്പൊടിയും കിട്ടിയിട്ട് തിളപ്പിച്ച് കഴിഞ്ഞാൽ കുറച്ച് തിക്കായിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ തിക്കായിട്ടായാലും തിന്നായിട്ടായാലും അതിൻ്റെ ഗുണങ്ങൾ ഒന്നാണ്, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെ കുടിക്കുമ്പോൾ ഒരു തിക്നെസ് ആയിട്ട് ഫീൽ ചെയ്യുന്നേ ഉള്ളൂ. അത് നമ്മളതിന് ശേഷം നമ്മൾ ഈ അരിപ്പിൽ ഇതിനകത്ത് ആൾറെഡി മസാലയൊക്കെ ഉണ്ട്, കുടിക്കാൻ പറ്റില്ല. അപ്പോൾ അതിനകത്ത് ഡിസ്റ്റർബൻസ് ആയിരിക്കും. അപ്പോൾ ഇതിനകത്ത് ഒഴിച്ച് ഒന്ന് സ്ട്രെയിൻ ചെയ്യുക. അപ്പോൾ അതിൻ്റെ എല്ലും കഷ്ണങ്ങളൊക്കെ വരും, അത് മാറ്റുക. പിന്നെ എല്ലൊക്കെ ഇട്ടിട്ട് പിന്നെ പിന്നെ ഈ എല്ല്, ബാക്കിയുള്ള എല്ലുണ്ടല്ലോ, അതാണ് എടുത്ത് വേണമെങ്കിൽ സൂപ്പിനകത്ത് ഇട്ടിട്ട് ഒന്ന് കുറച്ചുകൂടെ എൻജോയ് ചെയ്ത് ആ സൂപ്പിൻ്റെ നെല്ലിയുടെ ഇതൊക്കെ ഒന്ന് എൻജോയ് ചെയ്ത് കഴിക്കാൻ പറ്റുകയാണെങ്കിൽ കൊള്ളാം. അപ്പം എന്നാൽ ഫൈനലി നമ്മുടെ സൂപ്പ് റെഡിയായി കഴിഞ്ഞു. അപ്പം സൂപ്പ് നമ്മൾ സ്ട്രെയിൻ ചെയ്തു, ഉണ്ടല്ലോ, ഹോട്ടായിട്ടുള്ള സൂപ്പാണ്. അപ്പം നല്ല തിന്നായിട്ടുള്ള സൂപ്പാണ്. അപ്പം നല്ല ഹോട്ടായിട്ട് കുടിക്കുകയാണെങ്കിൽ സൂപ്പറാണ്. അപ്പോൾ അതിനുശേഷം ശകലം നമ്മൾ ആഡ് ചെയ്യേണ്ടത് പെപ്പർ വേണമെന്നുള്ള, ഉപ്പ് ഓൾറെഡി ആഡ് ചെയ്തിട്ടുണ്ട്, വേണമെന്നുണ്ടെങ്കിൽ പെപ്പർ ആഡ് ചെയ്യാം. പിന്നെ ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഉപ്പ് ആഡ് ചെയ്യാം. അപ്പം ശകലം മല്ലിയില, കുറച്ച് മല്ലിയില ഫ്ലേവറിന് വേണ്ടിയിട്ട് ചോപ്പ് ചെയ്ത് ആ മല്ലിയിലയിട്ട് ലൈം തൊട്ട് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ സൂപ്പറായിട്ട് ഉണ്ടാവും. കിടിലൻ സൂപ്പായിരിക്കും, അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാം. അപ്പം കൊച്ചു കുട്ടികൾക്കൊക്കെ നല്ലതാണ്. അപ്പോൾ എന്തായാലും ചാനൽ പറ്റുമെങ്കിൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ, താങ്ക് യു, കാണാം.